ഡോക്ടറെ, ഇത്രയും പ്രൊഡക്റ്റുകളൊക്കെ ശരിക്കും ആവശ്യമുണ്ടോ? ഇപ്പം ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ആകെ കാണാൻ പറ്റുന്ന സ്കിൻ കെയർ റുട്ടീൻസിൻ്റെ വീഡിയോസാണ്. ചിലത് 6 സ്റ്റെപ്പ്, ചിലത് 10 സ്റ്റെപ്പ്, ഒരു 300 പ്രൊഡക്റ്റ്, ആ സൺസ്ക്രീൻ, ഈ സിറം, ആകെ മൊത്തം തലപ്പെരുക്കും. എനിക്കിപ്പോൾ 10-35 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ചെറുപ്പത്തിൽ ആകെ ഉണ്ടായിരുന്ന സ്കിൻ കെയർ വല്ല രാധാ സോപ്പോ അല്ലെങ്കിൽ ലൈഫ് ബോയോ തേച്ചിട്ടൊരു കുളിയും, അത് കഴിഞ്ഞിട്ട് വല്ല ഫെയർ ആൻഡ് ലവ്ലിയോ നിവ്വയോ, അത് ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല. സൺസ്ക്രീൻ എൻ്റെ ജീവിതത്തിലെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ആർഭാടല്ലേ? ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഈ ചെറുപ്പക്കാർ ഇത്രയും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിൻ്റെ എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം? ഇനി ഓക്കെ, അവരുപയോഗിച്ചോട്ടെ, അവർ ചെറുപ്പക്കാരാന്ന് വിചാരിക്കുക. ഈ 10-35 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ശരിക്കും ഈ സ്കിൻ കെയർ റുട്ടീൻ ശരിക്കും ആവശ്യമുള്ള ഒന്നാണോ? അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സ്കിൻ കെയർ റുട്ടീൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എൻ്റെ കഴിഞ്ഞ ടാറ്റു വീഡിയോൻ്റെ താഴെ കുറേ പേര് വന്നിട്ട് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആദ്യമേ ഈ ഒരു എൻ്റെ സ്കിൻ കെയർ റുട്ടീനെ പറ്റി സംസാരിക്കാം, ഇതിൻ്റെ ആവശ്യകതയെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ കുറേ ആളുകൾക്ക് ഇത് ഞാൻ ഈ പറഞ്ഞ സംശയങ്ങൾ മനസ്സിലുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ പലപ്പോഴും അവനോട് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ആൾക്കാരത്ത് ചോദിച്ചിട്ടുണ്ടാവും. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ 10-35 വയസ്സായ ആളുകൾക്കൊക്കെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം. പക്ഷേ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു 3-4 കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞ് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. എൻ്റെ ടാറ്റുവിൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇത് ചെയ്തിട്ട് ഗുണമെന്ന്. ഇപ്പോൾ ടാറ്റു ചെയ്തിട്ട് എന്താ ഗുണം? പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്ക് ഗുണമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ടാറ്റു ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ പോയി ചെയ്തു, എനിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ മൂക്ക് കുത്തണോ, ചെവി കുത്തണോ, അല്ലെങ്കിൽ എന്തെങ്കിലും, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ. അതിൽ ഗുണം ദോഷം എന്നുള്ളതല്ല, അത് ആ വ്യക്തിക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ തൊഴിൽ, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം. അത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, ഇത് ഞാൻ പറയാൻ ആളല്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിത് കേട്ട് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം, അല്ല പഴയ റുട്ടീനിൽ തന്നെ, ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഞാൻ സൺസ്ക്രീനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല, ഇനിയും ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേണ്ട, നിങ്ങൾ പഴയ പോലെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇറ്റ് ഈസ് ടോട്ടലി പേഴ്സണൽ ചോയ്സ്. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു പലരും ഈ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മേക്കപ്പ് ആണെന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട്. ഇത് മേക്കപ്പ് അല്ല കേട്ടോ. സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിന് അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് റുട്ടീനായിട്ട് ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ്, യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് മേക്കപ്പ് അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. സ്കിൻ കെയർ റുട്ടീനും മേക്കപ്പ് രണ്ടും രണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇത് 10-45 വയസ്സ് അല്ലെങ്കിൽ 10-35 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യണോ ചെയ്യണ്ടേ? എഗെയിൻ, ഇപ്പോൾ പലരും പറയുന്ന പോലെ ഞാൻ പണ്ട് ലൈഫ് ബോയ് സോപ്പ് ഉപയോഗിച്ചിട്ടാണ് കുളിച്ചിരുന്നത്, ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. പക്ഷേ ഇതിൻ്റെ ഉപയോഗം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് പണ്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമൊന്നുമില്ല. കാരണം പണ്ട് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പം നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. പണ്ട് നമ്മൾ കാളവണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു, നടന്നു പോയിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ കാറും ബസ്സും ഒക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നില്ലേ? നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ, ചികിത്സകളിൽ തന്നെ എത്ര മാറ്റങ്ങൾ വന്നു. 10-30 കൊല്ലങ്ങൾക്ക് മുമ്പേ ക്യാൻസർ എന്ന് പറയുന്ന ചികിത്സ, ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയാണോ? അല്ല, അതിന് ചികിത്സയുണ്ട്. അങ്ങനെ പല രോഗങ്ങൾക്കും ചികിത്സ വന്നു. അപ്പോൾ നാട് ഓടുമ്പോൾ നടുവ് ഓടുക എന്നുള്ളത് അനുസരിച്ചിട്ട് അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് പണ്ടുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം അങ്ങനെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 10-40 വയസ്സ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ അമ്മ, ഇപ്പോൾ നമ്മുടെ അമ്മമ്മയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ 40-ാമത്തെ വയസ്സിൽ അവരുടെ സ്കിൻ എങ്ങനെയാണ് ഇരുന്നിരുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവർ പാവം, അവർക്ക് കരിമംഗലം വന്നിട്ടും സ്കിന്നിൽ പലതരത്തിലുള്ള ടാനിങ് വന്നിട്ടും ഡള്ളായിട്ട്, കാര്യം അവർ ഒരു സ്കിൻ കെയർ റുട്ടീനും കാര്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇങ്ങനത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ, എന്നാൽ ഇന്ന് നിങ്ങൾ 40-ാമത്തെ വയസ്സിൽ 50-ാമത്തെ വയസ്സിൽ കാണുന്ന പലരുടെയും സ്കിന്ന് അങ്ങനെയാണോ? അല്ല, അല്ലേ? ഇപ്പോൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, ഇപ്പോൾ ജ്യോതിക, അല്ലെങ്കിൽ അങ്ങനെ കുറേ പേര്, നമ്മളിപ്പോൾ ഫിലിം സ്റ്റാർസിൻ്റെ പേര് പറയുന്നത് നിങ്ങൾ അവരെ കാണുന്നത് കൊണ്ടാണ് കേട്ടോ. ഫിലിം സ്റ്റാർസ് ഒന്നും വേണ്ട, നിങ്ങളുടെ ചുറ്റൊന്ന് നോക്കിയാൽ തന്നെ പല 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്കിന്നൊക്കെ വളരെ നന്നായിട്ടായിരിക്കുന്നത്, സ്കിന്നും ഹെയറൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ്? അവരത് പ്രോപ്പറായിട്ട് നോക്കണോണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വേണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ചെയ്താൽ നല്ലതാണ്, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എഗെയിൻ ഇറ്റ് ഈസ് എ പേഴ്സണൽ ചോയ്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് സ്കിൻ കെയർ റുട്ടീനിലേക്ക് വരാം. സ്കിന്നിന്
നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, വൈറ്റമിൻ സി, ഇതെല്ലാം ആൽഫ ആർബ്യൂട്ടിനേറ്റ്, അങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഗതികൾ ഏത് ടൈപ്പ് സ്കിന്നുള്ള ആളുകൾക്കും ഉപയോഗിച്ചാൽ നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിൻ കെയറിൽ റുട്ടീനിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് പലതരത്തിലുള്ള പാടുകൾ വരിക, ചുളിവുകൾ വരിക, അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിന്നിന് വെയർ ആൻഡ് ടയർ വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഡിലേ ചെയ്യിക്കാൻ പറ്റും. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നല്ല, കുറച്ച് ഡിലേ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ സ്കിന്നിന് കുറച്ചുകൂടി ഒരു യൂത്ത്ഫുൾനെസ് കൊടുക്കാൻ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ കുറച്ചും കൂടിയൊക്കെ യങ് ആയിട്ട്, യൂത്ത്ഫുള്ളായിട്ട്, ഗ്ലോയിങ് ആയിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഞാൻ പറയാം. രാവിലെ സ്കിന്നിൻ്റെ ക്ലെൻസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്ലെൻസിങ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും പ്രൊഡക്റ്റിൻ്റെ പേര് പറയുന്നില്ല, അത് ഞാൻ മുമ്പേയും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. എല്ലാത്തിനും ഒരു വിലയൊന്നുമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മാസം ഒരു 1500 മുതൽ ഒരു 2000 രൂപ വരെ സ്കിൻ കെയർ റുട്ടീനിന് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ പറ്റും. ഇപ്പോൾ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ 100 രൂപയ്ക്കും 150 രൂപയ്ക്കും അവൈലബിൾ ആയിരിക്കും ചില ക്രീമുകളൊക്കെ. പക്ഷേ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നോക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്രീമുകൾ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിൽ നിങ്ങൾക്കൊരു 1500 to 2000 റുപ്പീസ് എങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും സ്കിന്നിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ല ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് കഴുകും. ഈ ഫേസ് കഴുകുക എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റാൽ മാത്രമല്ല, തിരിച്ച് ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ്, ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കണതിൻ്റെ, ഞാനിപ്പോൾ ഒന്ന് എൻ്റെ സ്കിൻ കെയർ ചെയ്തതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ നിൽക്കുന്നതിൻ്റെ മുമ്പെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെല്ലാം, അപ്പോൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും കഴുകും, രാത്രി കിടക്കാൻ പോകുന്നതിൻ്റെ മുമ്പും കഴുകും. അങ്ങനെ 3 തവണ എന്തായാലും കഴുകും. രാവിലെ എഴുന്നേറ്റതിന് ശേഷം, നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് ശേഷം. അപ്പോൾ അതിന് വളരെ മൈൽഡായിട്ടുള്ളൊരു നല്ല ഫേസ് വാഷ്, കാര്യം വലിയ സോപ്പ് കണ്ടന്റ് ഇല്ലാത്ത, വലിയ ഹാർഷ് അല്ലാത്ത, വളരെ മൈൽഡായിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ക്ലെൻസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാവിലെ ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കരമായിട്ടുള്ള മുഖക്കുരു പ്രശ്നം വന്നു, ആക്നി. ചെറുതായിട്ടൊന്നുമല്ല, ഭയങ്കരമായിട്ട് വന്നു. സോ അന്ന് മുതൽ ഞാൻ എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും പ്രൊഡക്റ്റിൻ്റെ പേര് പറയുന്നില്ല, കാര്യം അത് എനിക്ക് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. കാര്യം എനിക്ക് അത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിന്, എനിക്ക് ആക്നെ കൺട്രോളും അതുപോലെ തന്നെ സ്കിന്നിന് വളരെയധികം മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുന്നില്ല. പിന്നെ ഞാൻ എല്ലായിടത്തും പറയാനുള്ളൊരു കാര്യം, സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഒരേ പ്രൊഡക്റ്റിൽ തന്നെ കൺസിസ്റ്റൻ്റ്, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചേരുന്നു എന്ന് തോന്നിയാൽ, ഇപ്പം ഞാനിതാ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഒരേ മോയ്സ്ചറൈസറും ഒരേ സൺസ്ക്രീനുമാണ്. അതെന്തുകൊണ്ടാണ്? എനിക്കതിന് നല്ല റിസൾട്ട് കിട്ടി, എൻ്റെ സ്കിന്നിന് അത് ചേരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എന്നെ നോക്കി പ്രിഫർ ചെയ്ത് തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് സെറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റാനും ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കിയാലോ, അതൊന്ന് ട്രൈ ചെയ്താലോ, അങ്ങനെ മാറ്റുന്നില്ല. അത് മാറ്റാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ എൻ്റെ ബേസിക് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഒരു കാരണവശാലും നിങ്ങൾ മോയ്സ്ചറൈസർ നിങ്ങളുടെ റുട്ടീൻ്റെ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കരുത്. കാരണം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നറിഷ്മെൻറ്റ് തരുന്ന, ഇതിൽ സെറാമൈഡ്സ് ഉണ്ട്, ഹൈറോണിക് ആസിഡ് ഉണ്ട്, അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ തരുന്ന നല്ല മെറ്റീരിയലുകളാണ്. ഇതൊരു ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ്ഡ് ബ്രാൻഡാണ്, കോസ്മെറ്റിക് ബ്രാൻഡ് അല്ല. സോ നല്ല ഒരു മോയ്സ്ചറൈസർ നമ്മുടെ മുഖത്ത്. പിന്നെ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, നമ്മുടെ മുഖം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ചെവിയുണ്ട്, ഈ കഴുത്തുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് മുഖത്തിടുകയാണെങ്കിലും അത് ചെവിയിലും ഇടണം, ഈ കഴുത്തിലും ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയും തമ്മിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മുഖത്തും ചെവികളിലും പറഞ്ഞ കഴുത്തിൻ്റെ ഇത്ത് വരെ ഞാൻ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ്, ഒരു വൈറ്റമിൻ സി സിറമാണിത്. ഇത് വൈറ്റമിൻ സിയും ഫെറൂലിക് ആസിഡും കൂടിയുള്ള ഒരു സിറമാണ്. ഒരു അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഞാനിത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഏതാണ് നല്ല റിവ്യൂസ് ഒക്കെ നോക്കി നല്ലൊരു ബ്രാൻഡ് സെലക്ട് ചെയ്തു. വൈറ്റമിൻ സി സിറമാണിത്. ഇതിന് ശേഷം ഞാൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ മോയ്സ്ചറൈസർ ഈസ് എ മസ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ സൺസ്ക്രീനാണിത്. ഇതും എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ സൺസ്ക്രീനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് SPF മിനിമം 30, മിനിമം. ഇത് SPF 50 ഉള്ളതാണ് കേട്ടോ, 50. അപ്പോൾ PA 3, 4 or 4+. ഇത് എൻ്റെ 4+ ആണ്. എൻ്റെ SPF 50, PA 4+ ആണ്. ഇതും എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് തന്നതാണ്. സോ ഇതാണ് എൻ്റെ രാവിലത്തെ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴുള്ള എൻ്റെ റുട്ടീൻ. ഇതിപ്പോൾ ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിലും ചെയ്യും.
ഇത് പുറത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല, ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിലും എൻ്റെ മോർണിംഗ് റുട്ടീൻ എന്ന് പറയാം. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ ഇതാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ, വൈറ്റമിൻ സി സീറം അത് വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ വേണ്ട, സൺസ്ക്രീൻ. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ഈ സ്കിന്ന്, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ഈ 3 സാധനം ഇട്ടിട്ടുള്ള എൻ്റെ സ്കിന്നാണ്. വേറെ ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ വേറെ ഒരു സംഭവങ്ങളും ഞാൻ ഇടാറില്ല. കാരണം എനിക്ക് മുഖക്കുരു വരുന്ന ഒരു മുഖമാണ്. അപ്പോൾ ഓവറായിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് മുഖക്കുരു പൊട്ടി പുറപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ സ്കിൻ കെയർ റുട്ടീൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ആ മുഖക്കുരു ഒക്കെ ഒന്ന് പോയി അതിൻ്റെ പാടൊക്കെ മാക്സിമം ഒന്ന് കുറഞ്ഞിട്ട് ഞാൻ സ്കിൻ ട്രീറ്റ്മെൻറ്റുകളും അതിന് എടുത്തിട്ടുണ്ട്, എൻ്റെ പാട് പോകാനും മുഖക്കുരു പോകാനും ഒക്കെ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഈ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ വർഷങ്ങളായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒന്നാണ്. എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഡേ കെയർ. ഞാൻ വീട്ടിലിരിക്കുകയാണെങ്കിലും പുറത്ത് പോകുകയാണെങ്കിലും. അടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ലൊരു ലിപ് ബാം ഉപയോഗിക്കും. ലിപ് ബാം, ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോയിൽ അത് പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ പക്ഷേ അതിന് മുമ്പ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ലിപ് ബാം ഞാൻ ഉപയോഗിക്കും. ഇത് ഞാൻ മൾട്ടിപ്പിൾ ടൈംസിൽ ഉപയോഗിക്കും. മേ ബി ഒരു ദിവസം ഒരു 5-6 തവണയൊക്കെ ഞാൻ ഇടയ്ക്ക് റീഅപ്ലൈ ചെയ്യും. ഇത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടാണ് കിടക്കാറ്. സോ കഴിഞ്ഞു. അപ്പോൾ ലിപ്സ് നമ്മുടെ സ്കിന്നിൽ ഉൾപ്പെട്ടതാണല്ലോ. അടുത്തത് നൈറ്റ് കെയർ ആണ്. നൈറ്റ് ഇതേ പറഞ്ഞ പോലെ തന്നെ ഞാൻ തിരിച്ച് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് മുഖം കഴുകും. അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. മോയ്സ്ചറൈസർ മാത്രം ഇടും. ഓക്കെ, നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് മുഖം വൃത്തിയാക്കിയതിന് ശേഷം എൻ്റെ നൈറ്റ് ക്രീം, ഇതാണ് എൻ്റെ ബാരിയർ ക്രീം. എനിക്കൊരു നൈറ്റ് ക്രീം ഉണ്ട്. അതും അഗെയിൻ എനിക്ക് എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. ഇത് നൈറ്റ് ക്രീം ബാരിയർ ക്രീം എന്ന് പറയും. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയർ എല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആകെ മൊത്തം ഒരു റിപ്പയർ, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു ബാരിയർ ക്രീമാണ്. ഇത് ഞാൻ ഡെയിലി ഇടുന്ന ക്രീമാണ്. ഓക്കെ, അപ്പോൾ ഇതിടും. അതിൻ്റെ കൂടെ തന്നെ ഒരു സിറം. ഓക്കെ, ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഞാൻ കോസ്മെറ്റിക് ആയിട്ടുള്ള ബ്രാൻഡ് ഞാൻ തപ്പിപ്പിടിച്ചിട്ട് വാങ്ങിയ സിറമാണ്. ഇതിൽ ഉള്ളത് ആൽഫ ആർബ്യൂട്ടിൻ ഉണ്ട്, മിൽക്ക് എക്സ്ട്രാക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ റൈസ് എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചേർന്ന ഒരു സിറം. എനിക്കിഷ്ടപ്പെട്ട ഒരു സിറം ഞാൻ ഡെയിലി ബാരിയർ ക്രീം ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കും. ഇതിൻ്റെ ഇടയിൽ ആഴ്ചയിൽ ഞാനിപ്പോൾ ഒരു 35-40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു ശീലമാണ്. എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു റെറ്റിനോൾ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ്, കാര്യം നമുക്ക് റിങ്ക്ലിങ്ങും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഞാനപ്പോൾ റെറ്റിനോൾ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരാഴ്ചയിൽ 2 മാക്സിമം 3 തവണ, അധികം 2 ദിവസം മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ രാത്രി എന്ത് ചെയ്യും, ബാരിയർ ക്രീം ഇടും. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന റെറ്റിനോൾ വളരെ ചെറിയ പെർസെൻറ്റേജേ ഉള്ളൂ. റെറ്റിനോൾ ഇടും, അതിനുശേഷം വീണ്ടും ബാരിയർ ക്രീം ഇടും. അല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും, ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് അത് ആഴ്ചയിൽ 2 ദിവസം മാത്രം, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ബാരിയർ ക്രീമും എൻ്റെ സിറം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്യണമെന്ന് പറയാനോ ഒന്നുമല്ല. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ അതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. അല്ല, ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയണമെന്നുണ്ട്, യൂസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഏതുപയോഗിക്കണം എന്തുപയോഗിക്കണം എന്ന് അറിയില്ല, ഇത് നമുക്ക് ആവശ്യമുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മോയ്സ്ചറൈസറും സൺസ്ക്രീനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ വളരെ നന്നായി. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് സിറം ഒന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു നല്ല ബാരിയർ ക്രീം ഒന്ന് പുരട്ടി കിടന്നു കഴിഞ്ഞാൽ കഴുത്തിലും മുഖത്തും ചെവിയിലും കേട്ടോ, നിങ്ങളുടെ മുഖം അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, ഇത് നമ്മുടെ പ്രായത്തിനെ മൂടി വെക്കാനോ ഒന്നുമല്ല, നമുക്ക് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, നമുക്കൊരു സന്തോഷം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷത്തിനും ഒരു കോൺഫിഡൻസിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന പോലെ നിങ്ങൾ പൂർണ്ണമായിട്ട് ഹാപ്പിയാണ്, കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മതി. ഒരു സ്കിൻ കെയർ റുട്ടീൻ്റെ ആവശ്യമില്ല കേട്ടോ. അത് പക്ഷേ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ബൈ.